അരുൺ പാങ് സ്കൂളിലാണ് മലപ്പുറത്തുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാങ് സ്കൂളിന്റെ ഇത്തവണത്തെ ഒരു പ്രവേശനോത്സവം എന്ന് പറയുന്നത് അതിൽ സന്തോഷം മാത്രമല്ല. അരുൺ, അവിടെ പുതിയ അധ്യാപകരൊക്കെ എത്തിച്ചേർന്നു. എങ്ങനെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്, ആ ഒരു വേദനയുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഈ നാടൊന്നിച്ച് നിന്ന് തന്നെ ഈ സ്കൂളിൻ്റെ മുഖം മിനുക്കി ഒപ്പം കുട്ടികളെ വരവേറ്റു. ആ ഒരു ആഹ്ലാദമൊക്കെ തന്നെയാണ് കുട്ടികളുടെ ആ ചിരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എൻ്റെ കയ്യിലൊരു തൊപ്പിയൊക്കെ തന്ന് മേലേക്ക് കയറി പോവാ അല്ലേ? ക്ലാസ് കയറണ്ട? എന്താ ഡാൻസ് ഒക്കെ കളിച്ചോ? നീ ഉണ്ടല്ലേ? ഉള്ള ഹാപ്പിയാ? എങ്ങനെയുണ്ട് സ്കൂള്? പുതിയ ലുക്കൊക്കെ അടിപൊളി. ഫുള്ള് കളിച്ച് മറിയാലേ? ക്ലാസ് കയറണേ? നാളെ ക്ലാസ് കയറണോ? ഇന്ന് കളിച്ചോ? നാളെ ക്ലാസ് കയറണോ? താങ്ക് യു. ഇതെന്താ അത്? റോസൊക്കെ കിട്ടി അക്ഷയ എനിക്ക് സമ്മാനമായിട്ട്. വളരെ സന്തോഷമുണ്ടല്ലേ? അതെ, ഞാൻ ഇവിടെ ഈ ഊഞ്ഞാലൊക്കെ ആടണമെന്നുണ്ട്. പക്ഷെ പുതിയതായിട്ട് അങ്ങനെ സ്ഥാപിച്ചതാണ്. വെറുതെ നമ്മളായിട്ട് അതിനൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടല്ലോ. നല്ല സ്പീഡ് പോട്ടെ എന്നാ. പക്ഷെ അത്തരത്തിൽ വലിയൊരു ആഹ്ലാദം തന്നെയാണ് കുട്ടികൾക്ക് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. വളരെ സന്തോഷത്തോടെ ഒരു ഫ്രഷായി തന്നെ വളരെ പോസിറ്റീവായി പാങ് പ്രവേശനോത്സവത്തെ വരവേൽക്കുന്നു. ഒരു നാടൊന്നാകെ തന്നെ ഈ സ്കൂളിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ടീച്ചേഴ്സൊക്കെ പുതിയ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ നമ്മുടെ ഒരു ടീച്ചർ മാത്രമായിരുന്നു അവിടെ ശേഷിക്കുന്നുള്ളൂ. വാൽപ്പാറ അപകടത്തിന് ശേഷം പ്രേക്ഷകർക്കറിയാം, ഒരു ടീച്ചർ മാത്രമായിരുന്നുള്ളൂ. ബാക്കി ടീച്ചർമാരൊക്കെയും അപകടത്തിൽ അവരൊക്കെയും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു വേദനയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ. അതൊക്കെ കുട്ടികൾക്ക് എത്രത്തോളം അതിൻ്റെയൊക്കെ വേർപാടൊക്കെ മനസ്സിലാകുന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും അതുണ്ട്. അവിടെ പുതിയ അധ്യാപകരൊക്കെ എത്തിക്കഴിഞ്ഞോ? അതെ, പക്ഷെ ആ സംഭവം, ആ ദുരന്തം നടന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ നിയമനങ്ങൾ ഒക്കെ നടത്തിയതാണ്. എല്ലാം പുതിയ ടീച്ചർമാർ തന്നെയാണ്. നേരത്തെയൊക്കെ അധ്യാപകരുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ അവിടെ ഒരു ചടങ്ങുകൾ നടക്കുകയാണ്, ഔദ്യോഗിക പ്രവേശനോത്സവ ചടങ്ങുകൾ നടക്കുകയാണ്. അതുകൊണ്ടാണ് അധ്യാപകരിലേക്ക് നമുക്ക് ഇപ്പോൾ അക്ഷയ പറഞ്ഞ സമയത്ത് എത്താൻ സാധിക്കാത്തത് എന്നുള്ളത് തന്നെയാണ്. അവരെല്ലാം തന്നെ വളരെ പുതിയൊരു അധ്യയന വർഷത്തെ കുട്ടികളിലേക്ക് ഊർജ്ജങ്ങൾ നൽകി പോസിറ്റീവാക്കി നൽകിക്കൊണ്ട് തന്നെ ഈ പാങ് എന്ന സ്കൂളിനെ അവർക്കുണ്ടായ ആ വേദനയെ മറികടന്നുകൊണ്ട് ഒരു നാടിനെ ഒന്നായി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് പാങ് സ്കൂളിൻ്റെ ലക്ഷ്യവും ഈ പാങ്ങിലെ നാട്ടുകാരുടെയും ലക്ഷ്യം. അത് അത്തരത്തിൽ മധുരമൊക്കെ നൽകിക്കൊണ്ട് അവിടെ വളരെ പോസിറ്റീവായി. ഇപ്പോൾ നാട്ടുകാരിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മളെ സ്കൂളിലേക്ക് വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? നല്ല മുഖമൊക്കെ എനിക്ക് അടിപൊളിയായില്ലേ? അതെ, സ്കൂൾ അടിപൊളിയായി, നല്ല പ്രവർത്തനമായിരുന്നു. PTA കമ്മിറ്റിയും നാട്ടുകാരെല്ലാം സഹകരിച്ച് നല്ല ഉഷാറായി പരിപാടിയൊക്കെ. നമുക്ക് വലിയൊരു വേദന ഉണ്ടായി, അതൊക്കെ നമ്മളെ ഓർമ്മയിലുണ്ട്. അതിനൊക്കെ മറികടന്നതിൻ്റെ നാട് ഒന്നായി ഒറ്റക്കെട്ടായി എല്ലാവരും ഒത്തൊരുമിച്ച് ഈ വേദനയെ മറികടന്നു നമ്മൾ. അതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. എന്തായാലും ഇവിടെ ഔദ്യോഗിക ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നു. മറുഭാഗത്ത് കുട്ടികളും വളരെ ഹാപ്പി ആയിരുന്നു. ഒരു കാര്യം, ആദ്യ ഔദ്യോഗിക പരിപാടി തന്നെ ആദ്യ ചടങ്ങ് തന്നെ കട്ട് ചെയ്തവരാണ് ഇവരൊക്കെ എന്താ പുറത്ത് കുട്ടികളാണേ? അത് കട്ട് ചെയ്തല്ല, അവർക്ക് വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. അതെ, എനിക്ക് മനസ്സിലായി, അത് വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. ആ വെൽക്കം ഡാൻസ് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഇത്തരത്തിൽ ഇവിടേക്ക് ആ സമയം അടുത്ത ഡാൻസ് കൂടെ ഉണ്ട്. ആ സ്റ്റേജിൽ കയറാനുള്ള ഗ്യാപ്പിൽ ഇറങ്ങിയാലേ. ക്ലാസ് കട്ട് ചെയ്താണോന്നാ പറയുന്നത്? ക്ലാസ് കട്ട് ചെയ്തല്ലോ പരിപാടി. എന്തൊക്കെയാ പറയുന്നതെന്ന് അക്ഷയ എന്നോടാണ് ചോദിക്കുക, എന്നോടല്ലോ കേട്ടോ. എന്തൊക്കെയാ പറയുന്നത്? കുട്ടികളെ ക്ലാസ് ഒന്നും ക്ലാസ് കട്ട് ചെയ്തല്ലോ? ഇടക്കിടക്ക് കട്ട് ചെയ്യുന്നോ? ഞാൻ കട്ട് ചെയ്യില്ല എന്നാ പറഞ്ഞത്. ക്ലാസ് കട്ട് ചെയ്തല്ലോ? അതല്ല, ഇപ്പൊ അവിടുന്ന് പരിപാടി ഉള്ളോണ്ട് വന്നാലേ എന്താ അവിടെ ഇരിക്കാത്തത് എന്നാ ചോദിച്ചില്ല. ടീച്ചർമാര് പറഞ്ഞു ഒപ്പം നിന്നോളി, ഇന്നും കളിച്ചാണ്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒപ്പം നിന്നിട്ട് പാർക്കൊക്കെ വന്നു. നാളെയൊക്കെ ഫുൾ ടൈം ക്ലാസ്സിൽ തന്നെ ആവൂലേ നമ്മള്? അറിയില്ല. പിന്നെ കളിക്കുകയും ചെയ്യും, പഠിക്കും കളിക്കും ഒരുമിച്ച്. വീട്ടിലെ നേരത്തൊക്കെ കളിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ അവർ ക്ലാസ് ഒന്നും കട്ട് ചെയ്ത് ക്ലാസ്സിൽ ഇരിക്കാത്ത ഒന്നല്ല. അടുത്ത പരിപാടിക്ക് വേണ്ടിയുള്ള റിഹേഴ്സൽ സമയം ഒന്ന് ആസ്വദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.